ഹലോ ഗഡികളെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഫൈനലി ഞാൻ എമ്പുരാൻ മൂവി ഇന്ന് കണ്ടു. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല. മാപ്രാണം വർണ്ണ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് കണ്ടത്. 4:30-യുടെ ഷോയ്ക്കാണ് കയറിയത്. 2 സീറ്റിങ്ങിൻ്റെ റോയിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അത് ആ സമയത്തിൻ്റെ ആയിരിക്കാം. ഇനി പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ പൃഥ്വിരാജ്, റൈറ്റർ മുരളി ഗോപി, എഡിറ്റർ അഖിലേഷ് മോഹൻ, ഫിലിം ഫോട്ടോഗ്രാഫി സുജിത് വാസുദേവ്, മ്യൂസിക് ദീപക് ദേവ്. അപ്പം ഇങ്ങനെയാണ് ടീം. പ്രൊഡ്യൂസ് ഗോകുലം ഗോപാലൻ, ആൻ്റണി പെരുമ്പാവൂർ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു. അതേമാതിരി തന്നെ തിയേറ്റർ റെസ്പോൺസൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ മസ്റ്റ് വാച്ചാണ് അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ ഞാനിപ്പോൾ പറയുന്നു, ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് പടം കാണുന്നത്. എന്നാലും ഞാൻ പറയുന്നു, ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കാരണം ഇതൊരു പൃഥ്വിരാജിൻ്റെ ഒരു അസാധ്യ ഗംഭീര മേക്കിംഗ് ആണ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഹോളിവുഡ് ലെവലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു ഹോളിവുഡ് പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ദിസ് പൃഥ്വിരാജ് സുകുമാരൻ. അതേപോലെ തന്നെ ബോളിവുഡിൽ ഗംഭീരമായിട്ട് ചെയ്യാം. അതേമാതിരി തന്നെ ഇപ്പോൾ തെലുങ്കിൽ നിന്നാണ് ബിഗ് ബഡ്ജറ്റ് ഇങ്ങനെയുള്ള പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. ഒരു തർക്കവും, അസാധ്യ മേക്കിംഗ് തന്നെയാണ്, എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിലത്തെ മറ്റുള്ള രാഷ്ട്രീയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞതാണ്. ഇതിൽ ഈ പടം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തെ, ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളൊരു പോയിന്റിലാണ് ഈ പടം നിർത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് എബ്രഹാം ഖുറേഷി പറ്റുന്നില്ല. മൂപ്പരെ കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു പഴയൊരു മദൻലാലുണ്ട്, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ തോന്നും. ലാലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. ലാലേട്ടൻ്റെ ഒരു ഡൂപ്പിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം താടി വെച്ച മാതിരി തന്നെയുണ്ട്. എനിക്ക് എബ്രഹാം ഖുറേഷിനെ അങ്ങോട്ട് എവിടേക്ക് അങ്ങോട്ട് ഇതായില്ല, എനിക്കൊരു കിട്ടിയില്ല. അതിൻ്റെ ഒരു കഴമ്പ് നമുക്ക് കിട്ടിയില്ല. എന്തോ ലാലേട്ടന് പറ്റാത്ത മാതിരി തന്നെ, എന്തോ ഒരു ഹോസ്പിറ്റലിൽ വാർഡിലേക്ക് എടുക്കുന്ന ഒരാളെ ഗ്ലൂക്കോസ് പറ്റാൻ കൊണ്ടുപോകണ മാതിരി തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്റ്റീഫനിലേക്ക് വരുമ്പോൾ മാറുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ ഒരൊറ്റ ഷോട്ടിലാണ് എബ്രഹാം ഖുറേഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ലെവലിൽ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ. അത് ഏത് ഷോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൃഥ്വിരാജ് സുകുമാരൻ ഫസ്റ്റ് കാണുന്നത് ഒരു ട്രക്കിൽ വന്നിട്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു ലുക്ക്, അതൊരു പഴയ ലുക്കായിട്ടാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ലുക്ക് കണ്ടിന്യൂ ചെയ്യാറുണ്ട് ഈ പടത്തിൽ. ഈ പടത്തിന് ഒരു പോരായ്മ ഉള്ളെങ്കിൽ മുള്ളംകൊല്ലി വേലായുധം പോയിട്ട് ഒരു ജെയിംസ് ബോണ്ട് പടത്തിലൊരു നായകനായ മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രം വേറെ രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടനാണല്ലോ ആദ്യ ഭാഗത്തിൽ. അപ്പോൾ ലാലേട്ടനെ കൊണ്ട് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു അന്താരാഷ്ട്ര ലെവലത്തിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് ഈ പടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്തായാലും. എനിക്ക് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ സ്റ്റൈലിഷ് ഗ്ലാമർ മൊത്തത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. ഡയറക്ഷനിൽ വേറെ രീതിയിൽ. അപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിലുള്ളൊരു അറ്റംപ്റ്റാണ് ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നുള്ളത്. അത് 90% വിജയിച്ചിട്ടുണ്ട്. പാൻ ഇന്ത്യൻ അല്ല, അതിക്ക് മേലെയാണ് ഈ പടത്തിൻ്റെ മേക്കിംഗ് വന്നിട്ടുള്ളത്. പിന്നെ സ്ക്രിപ്റ്റിലെ പോരായ്മ ഉണ്ട് കുറേ. കാരണം എന്ന് വെച്ചാൽ കുറേ കേരളത്തിൽ സാധാ ലെവലിൽ പോകുന്നു, കുറേ വേറെ ലെവലിൽ അന്താരാഷ്ട്ര ലെവലിൽ പോകുന്നു. അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എബ്രഹാം ഖുറേഷിയുടെ പോരായ്മകളുണ്ട്. അതായത് വെച്ചാൽ ആ ക്യാരക്ടർ ചെയ്യാൻ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റ്, ഇപ്പോൾ ബാഹുബലി എന്നൊക്കെ പറഞ്ഞ ഒറ്റ പാറ്റേണിലുള്ള സിനിമയാണ് അത്. അങ്ങനെയൊക്കെയുള്ള KGF ഒക്കെ അതേ രീതിയിലുള്ള ഒരു സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ല എവിടെ എത്തുന്നറിയാം മലയാള സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്തതിന്, അതിന് ചങ്കുറ്റം കാണിച്ചതിന് എല്ലാം പൃഥ്വിരാജ് സുകുമാരനും അതേപോലെ മുരളി ഗോപിക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഞാൻ ആവർത്തിച്ച് അടിവരായിട്ട് പറയുന്നു, ഈ മൂവി നിങ്ങൾക്ക് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് റിവ്യൂ ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കാക്കു. ബൈ.